സ്വന്തം മക്കളിൽ ഈ സ്വപ്നങ്ങൾക്കപ്പുറം വേറൊന്നുമില്ലാത്ത ആളുകൾ, സഹോദരികൾ, ഒന്ന് ശ്രദ്ധിച്ചു വളർത്തിക്കൂടി. അവർക്ക് നൽകേണ്ടത് എന്താണെങ്കിലും അടിസ്ഥാന ദീനീ വിദ്യാഭ്യാസം. അങ്ങനെ പറയുമ്പോൾ അതൊരു പ്രസംഗത്തിന് വേണ്ടി പറയല്ല, ഞങ്ങൾ കണ്ടു, ഈ കണ്ണിൽ പച്ചയായി കണ്ടു. ഗവൺമെന്റ് ഹൈസ്കൂൾ വിട്ടുപോകുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി നമ്മുടെ എക്സിബിഷന്റെ അവിടെ എത്തിയപ്പോ എക്സിബിഷനിലേക്ക് കയറി. വീട്ടിലെത്താൻ നേരം വൈകുമെന്ന് പേടിച്ചാണ് ആ കുട്ടി എക്സിബിഷൻ ഹാളിലൂടെ നടന്നു വരുന്നത്. 1 മണിക്കൂർ നേരത്തെ എക്സിബിഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ആ കുട്ടി പറഞ്ഞ വാക്ക്, നമ്മുടെ കുട്ടികളുടെ മനസ്സിന്റെ വലിപ്പം രക്ഷിതാക്കളെ നിങ്ങൾ മനസ്സിലാക്കിക്കോളി. ആ ഹൈസ്കൂൾ പഠിക്കുന്ന പെൺകുട്ടി പറഞ്ഞാണ്, പടച്ചോനെ, ഇത്ര കാലം നമ്മൾ വിളിച്ച് പ്രാർത്ഥിച്ചത് അന്നല്ലാത്ത ആൾക്കാരല്ലേ, അതല്ലേ ഇപ്പൊ മദ്രസ എന്നൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. പുറത്തു തരുമോ പടച്ചോൻ എനിക്ക്, ഈ മഹാത്മാക്കളെയും പുണ്യാത്മാക്കളെയും വിളിച്ചു പ്രാർത്ഥിച്ചത് പുറത്തു തരുമോ എനിക്ക് എന്ന് ഗദ്ഗതത്തോടെ ചോദിക്കാൻ ആ കുട്ടിക്ക് പറ്റുമെങ്കിൽ മനസ്സിലാക്കേണ്ടത് എന്താ? ആ കുട്ടിക്ക് ദീൻ മനസ്സിലാകുന്നല്ലേ മനസ്സിലാക്കേണ്ടത്? സഹോദരങ്ങളെ, എല്ലാം മനസ്സിലാകും. പക്ഷേ ഗൗരവബോധത്തോടുകൂടെ അവരെ അത് കേൾപ്പിക്കാൻ ഒരവസരം പോലും മക്കൾക്കുണ്ടാക്കി കൊടുക്കാത്തവർ നാളെ പരലോകത്ത് ആ മക്കളുടെ പേരിൽ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. സഹോദരങ്ങളെ, ആ ബോധമുണ്ടാവും. MSM സംസ്ഥാന കമ്മിറ്റി +2 പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രം ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു മഞ്ചേരിയിൽ. ഒരു കൗമാരപ്രായത്തിലുള്ള ഒരു പെൺകുട്ടി അനിവാര്യമായും അറിയേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് അവിടെ ക്ലാസ് എടുത്തു. സഹോദരിമാരെ, നമ്മളെ പെൺകുട്ടികൾക്ക് അടിസ്ഥാനപരമായി ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ, പുറത്തിറങ്ങി നടക്കുമ്പോൾ, ഒരു പെൺകുട്ടി എന്ന നിലക്ക് നീ അറിയേണ്ട ചില കാര്യങ്ങൾ ആരാണ് പറഞ്ഞു കൊടുത്തത്? നിങ്ങൾ പറയും, ആരെങ്കിലും പറഞ്ഞു കൊടുത്തു. പറഞ്ഞു കൊടുത്തപ്പോൾ അതിന്റെ പ്രതികരണങ്ങൾ നിങ്ങൾ കേൾക്കണം. അവർക്കൊരു പേപ്പർ കൊടുത്താൽ മതി, അഡ്രസ്സൊന്നും ഇല്ലാതെ എഴുതിത്തരാൻ. സഹോദരങ്ങളെ, ഈ പ്രായത്തിലൊക്കെ ഉള്ള പെൺകുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുന്നതിന്റെ അവസ്ഥ എനിക്ക് ഈ മൈക്കിൽ പറയാൻ പറ്റൂല. ഞാനിത് പറഞ്ഞു, നമ്മളെ കുട്ടികളെ പറ്റി നമുക്ക് മാത്രം അറിയില്ല. ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നവർക്കറിയാം, പഠിപ്പിക്കുന്ന അധ്യാപകന്മാർക്കറിയാം, അയൽവാസികൾക്കൊക്കെ അറിയാം. എന്റെ കുട്ടിയെ എനിക്ക് മാത്രം അറിയില്ല. എന്ത് പറഞ്ഞാലും പറയും, എന്റെ കുട്ടി അങ്ങനെ ചെയ്യൂലെന്ന് നമ്മൾ പറയുള്ളൂ, അല്ലേ? എന്നല്ലേ പറയുള്ളൂ. അതിന് കുറെ ഉള്ളറകളുണ്ട് സഹോദരങ്ങളെ, ആഴങ്ങളുണ്ട്. ആ ക്ലാസിന്റെ ഒരു ഫലം കേൾക്കണമെങ്കിൽ ആ +2 പഠിക്കുന്ന പെൺകുട്ടികൾക്ക് ക്ലാസ് എടുത്തു. അങ്ങനെ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടി അവളെ കോളേജിൽ പഠിക്കുന്ന മറ്റൊരു ആൺകുട്ടിയുമായി ബന്ധപ്പെട്ട് അവന്റെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചു എന്നറിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി അവൾക്ക് ഫോൺ ചെയ്തു. നമ്മുടെ MSM ക്യാമ്പിന് വന്ന പെൺകുട്ടി ഫോൺ ചെയ്തിട്ട് 1/2 മണിക്കൂർ നേരം നീ ഇപ്പോൾ എടുത്ത തീരുമാനത്തിന്റെ ഭവിഷ്യത്തുകൾ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തു. ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം ഇങ്ങനെ, വാപ്പിയും ഇവിടെ നിന്ന് കേട്ടപ്പോ തരിച്ചു പോയി. എന്റെ കുട്ടിക്ക് എവിടെ നിന്ന് കിട്ടി ഈ വിവരങ്ങൾ എന്നാണ്. സഹോദരങ്ങളെ, പ്രായവും പക്വതയും പ്രായപൂർത്തിയുമാകുമ്പോൾ ഈ സമൂഹത്തിൽ എങ്ങനെ കഴിഞ്ഞു കൂടണമെന്ന ഇസ്ലാമിന്റെ അച്ചടക്കം പെൺകുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാത്തവർ അല്ലേ സഹോദരങ്ങളെ അവർ വഴിപിഴച്ചു പോയവർ നിന്നുള്ള ഉത്തരവാദികൾ? തീർച്ചയായും അതാണ്. നമ്മളെ മക്കൾ മാറണോ, അറിവ് പകർന്നേ പറ്റൂ. ഒരു കയറ് കെട്ടിയിട്ട് അതിന്റെ തലക്കങ്ങനെ പിടിച്ചിരുന്നാൽ കുട്ടികളെ നിയന്ത്രിക്കാൻ പറ്റുമോ സഹോദരങ്ങളെ? ഗേറ്റ് പൂട്ടിയാൽ പറ്റുമോ? മൊബൈൽ ഫോൺ വാങ്ങി വെച്ചാൽ പറ്റുമോ? ബൈക്കിന്റെ ചാവി വാങ്ങി വെച്ചാൽ പറ്റുമോ? പറ്റൂല. ദീനിന്റെ ശരിക്കുള്ള അവസ്ഥ ഉള്ളിക്കാൻ ചെന്നാൽ നമ്മളെ അവർ ചോദ്യം ചെയ്യാൻ തുടങ്ങും. പാപ്പ, നിങ്ങളെ പാൻസ് എന്താ നെരിയാണിക്ക് താഴെ? ഇത് പറ്റൂലല്ലോ വാപ്പ, തിരിച്ചു ചോദിക്കും. ഉമ്മ സാരി എടുത്തപ്പോൾ എന്തേ കഴുത്തു കണ്ടത്, എന്തേ മാറി ഇങ്ങനെയാക്കി വെച്ചത് എന്ന് മക്കൾ നിങ്ങളെ ചോദ്യം ചെയ്യും. സഹോദരങ്ങളെ, മാറ്റം അവരിലേക്ക് പകർന്നു നൽകാൻ നമ്മൾ ഭയപ്പെടുന്നു, പേടിക്കുന്നു. നമ്മൾ മതപരമായി ജീവിക്കേണ്ടി വരുമോ എന്ന് ഭയപ്പെടുന്നവരുടെ മക്കൾ, ഞാൻ വെറുതെ പറയല്ല, ഒരു സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ റിലീജിയസ് ക്ലാസ് കൊടുക്കാൻ അവിടുത്തെ മാനേജ്മെന്റ് ചിന്തിച്ചു. റിലീജിയസ് ക്ലാസ് ആരംഭിച്ചു. കുട്ടികളിൽ മാറ്റം ദൃശ്യമായി. രക്ഷിതാക്കന്മാർ കോലാഹലുണ്ടാക്കി, ഇപ്പൊ തന്നെ ഒന്നും ഇങ്ങനെ വേണ്ട, കുട്ടികൾ ഇപ്പൊ തന്നെ ഒന്നും ഇങ്ങനെ ആവണ്ട എന്ന് രക്ഷിതാക്കന്മാരെ പറഞ്ഞത്. ഉത്തരവാദിത്തപ്പെട്ട രക്ഷിതാക്കന്മാർ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മക്കളെ ശരിയായ ശിക്ഷണത്തിൽ വളർത്താൻ എന്തു വേണമെന്നു തന്നെയാണ് പ്രസ്ഥാനങ്ങളും കുടുംബങ്ങളും 1000 വട്ടം ചിന്തിക്കേണ്ടത്.
അവസരങ്ങളില്ലാഞ്ഞിട്ടല്ല, നമുക്ക് വേണ്ടാന്നുള്ളതാണ് സഹോദരങ്ങൾ. അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കോളിയും. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇന്ന മിൻ അസ്വാജിക്കും, നിങ്ങളുടെ ഇണകളിലുണ്ട്, വ ഔലാദിക്കും, നിങ്ങളുടെ മക്കളിലുണ്ട്, അദുവ്വൻ ലക്കും, നിങ്ങൾക്ക് ശത്രുക്കൾ, ഫഹ്ദറൂഹും, അവരെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. എത്ര അർത്ഥവത്താണ് ഈ വാചകം, എത്ര അർത്ഥവത്താണ് സഹോദരങ്ങളെ ഈ ആയത്ത്. ഒരു മാറ്റം ചിന്തിച്ചോളി. അതേപോലുള്ള പ്രശ്നം തന്നെ സഹോദരങ്ങളെ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നം എന്താ? മോട്ടോർ സൈക്കിളും ഒന്നിച്ചിരുന്ന് പോകുമ്പോൾ, കാറ് അയാൾ ഡ്രൈവ് ചെയ്ത് തൊട്ടപ്പുറത്തെ സീറ്റിലിരുന്ന് പോകുമ്പോൾ പുറത്ത് കാണുന്നവർ ആലോചിക്കുന്നു, എന്തൊരു സന്തോഷ ദാമ്പത്യം, എന്തൊരു നല്ല കുടുംബ ജീവിതം. സഹോദരങ്ങളെ, നാട്ടിലേക്ക് മാത്രമേ ഉള്ളൂ ആ സന്തോഷം. നമ്മുടെ വീട് കാണുമ്പോൾ, നമ്മുടെ ഒന്നിച്ചുള്ള യാത്ര കാണുമ്പോൾ നമ്മളൊക്കെ സന്തോഷത്തിലാണല്ലോ എന്ന് പുറത്തുള്ളവർക്ക് ആസ്വദിക്കാനാവുന്നു. പക്ഷെ നമുക്ക് ആസ്വദിക്കാനാവുന്നില്ല. നമുക്ക് ആസ്വദിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ തമ്മിൽ നല്ല ബന്ധത്തിലാവണ്ടേ? നമ്മുടെ വീടുകൾക്കുള്ളിൽ സമാധാനം പുലരണ്ടേ? സഹോദരങ്ങളെ, മാറിയേ പറ്റൂ. എന്തൊക്കെ നൽകി സംശയങ്ങൾ, സംശയരോഗങ്ങൾ. ഭർത്താവ് വേറെ കല്യാണം കഴിക്കുമോ? ഭാര്യയ്ക്ക് വേറെ ആളുമായിട്ട് ബന്ധമുണ്ടോ? എന്തൊക്കെ സംശയങ്ങളാണ് സഹോദരങ്ങളെ. ഇൻസൈറ്റിന്റെ പവലിയിൽ കൗൺസിലിങ്ങിന് വന്നൊരു ചെറുപ്പക്കാരൻ മദ്യപിച്ച് കണ്ണൊക്കെ ചുമന്നാ വന്നത്. ഞാനേ കല്യാണം കഴിക്കുന്നവരെ മദ്യപിച്ചിട്ടില്ല. പിന്നെ എന്തിനെ മദ്യപിച്ചു? മദ്യപിച്ചത് എന്തിനാണെങ്കില് അയാൾക്കൊരു സംശയം അയാളുടെ ഭാര്യയെക്കുറിച്ച്. ആ സംശയം മനസ്സിനെ വല്ലാതെ തളർത്തിയപ്പോൾ അവളെ പറഞ്ഞു വിടാനും വയ്യ, ഡൈവേഴ്സ് ചെയ്യാനും വയ്യ, മറ്റൊരാളുമായുള്ള ബന്ധം ആലോചിക്കുമ്പോൾ നിലനിർത്താനും പറ്റുന്നില്ല. അവസാനം അയാൾ കണ്ട പരിഹാരമാണെന്ത്? തൽക്കാലം വൈകുന്നേരം വരുമ്പോ കുറച്ച് മദ്യപിച്ച് കിടക്കാൻ. കുടുംബഛിദ്രത എവിടേക്ക് എത്തിക്കുന്നു? ആത്മഹത്യയിലേക്ക്, മാനസിക അസ്വാസ്ഥ്യങ്ങളിലേക്ക് എത്തും. സഹോദരങ്ങളെ, ഇസ്ലാം അതൊക്കെ പരിഹരിക്കും. അതാണ് ഇസ്ലാം. നമ്മുടെ കുടുംബത്തിൽ എവിടെ പ്രശ്നമുണ്ടോ ആ പ്രശ്നമുള്ളോടത്ത് പേന വെച്ച് പിറകോട്ടേക്ക് വരച്ചാൽ ഇസ്ലാം നിർദ്ദേശിച്ചൊരു നിയമം ലംഘിച്ചതാകും അതിന്റെ പിന്നിലുള്ള കാരണമെന്നറിയാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല, ഒരു പ്രയാസം ഉണ്ടാവില്ല. അതൊക്കെ പടവിടെ പറയാൻ പറ്റൂല. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഒന്ന് രണ്ടെണ്ണം ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന കുടുംബ ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് പിന്നിൽ ഇസ്ലാമിന്റെ നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും അവഗണിച്ചതാണെന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസമല്ല. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ ബിമാ ഫല്ലലല്ലാഹു ബഅ്ദഹും അലാ ബഅ്ദ് വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. പുരുഷന്മാർക്കൊരു പദവി ഉണ്ട് എന്നാ പറയുന്നത്. പുരുഷന്മാർക്കൊരു പദവി ഉണ്ട് കുടുംബത്തിൽ നിന്ന്. സഹോദരങ്ങളെ, ആരെങ്കിലും ഒരാൾ നേതൃത്വം നൽകാതെ ഒരു ഭരണകൂടത്തെക്കാളും വിശാലമായ കുടുംബത്തിന്റെ കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല. ഒരാൾ പറഞ്ഞത് ബാക്കിയുള്ളവര് കേൾക്കുന്ന ഒരവസ്ഥ ഇല്ലാതെ ഒരു കുടുംബം മുന്നോട്ട് പോകില്ല. അതുകൊണ്ട് പുരുഷന്മാരോട് നീ ചെലവഴിച്ചാൽ മതി എന്നാണ്. എന്റെ ഭാര്യയ്ക്ക് ശമ്പളമുണ്ടെങ്കിലും അതെന്റെ കുടുംബത്തിന്റെ വരുമാനമല്ല. അതാ ഇസ്ലാം. എന്റെ ഭാര്യ ശമ്പളക്കാരിയാണെങ്കിലും അവളെ ശമ്പളം എന്റെ കുടുംബത്തിന്റെ വരുമാനമല്ല, അത് അവളെ വരുമാനാണ്, അവളെ പൈസയാണ്. എനിക്ക് കടം വാങ്ങാം, സ്വതക്കയായി കടം വാങ്ങി തിരിച്ചു കൊടുക്കണം, സ്വതക്കയായി വാങ്ങാം. അത്ര മിസ്കീനാണെങ്കിൽ ഇതാ ഈ മാസം എന്റെ വക 1000 റുപ്യ നമുക്ക് പറയാം, സമ്മാനമായും തരാം. പക്ഷേ നീ എന്റെ ഭാര്യയല്ലേ, നിനക്ക് 5000 റുപ്യ ശമ്പളം ഉണ്ടല്ലോ, 1000 റുപ്യ മാസം തന്നാലേ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറയാൻ എനിക്ക് പറ്റൂല. അതാണ് ഇസ്ലാം. എന്തിനാ അങ്ങനെ വെച്ചത്? എന്തിനാ വെച്ചത്? എന്റെ അധികാരത്തിലാണ് എന്റെ വീട് നടക്കേണ്ടത്, അപ്പോഴേ എനിക്കത് അച്ചടക്കത്തിൽ കൊണ്ടുപോകാൻ പറ്റൂ. അല്ല, എന്താ നമ്മുടെ മോളെ വസ്ത്രമൊക്കെ ഇങ്ങനെ എന്ന് ഭർത്താവായ വാപ്പയായ ഞാൻ ചോദിക്കുമ്പോൾ അത് നിങ്ങൾ നോക്കണ്ട, അത് ഞാൻ നോക്കിക്കോളാ എന്ന് നമ്മുടെ ഭാര്യ തിരിച്ചു പറയും. എന്തേ പ്രശ്നം സഹോദരങ്ങളെ? അവിടെ കുടുംബത്തിന്റെ നായകത്വം നമുക്കല്ല, അത് വന്നാലേ പറ്റൂ. അവിടെ തീർന്നില്ല. വലിർരിജാലി അലൈഹിന്ന ദറജ വല്ലാഹു അസീസുൻ ഹകീം. ഉൾക്കൊള്ളാനേ വിഷമം വേണ്ട. വലിർരിജാലി അലൈഹിന്ന ദറജ, പുരുഷന്മാർക്ക് അവരുടെ മേലിൽ ഒരു ദറജയുണ്ട്, പുരുഷന്മാർക്ക് സ്ത്രീകളുടെ മേലൊരു ദറജയുണ്ട്.
ഒരധികാരമുണ്ട്, ഒരു സ്വാധീനമുണ്ട്. ആ അധികാരം ഏത് കുടുംബത്തിൽ നഷ്ടപ്പെട്ടു